നമുക്ക് സന്ദീപ് വാര്യർ എന്ന വ്യക്തിയോട് അടുപ്പക്കുറവ് അന്നുമില്ല, ഇന്നുമില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് ചാനൽ ചർച്ചയിലെ ഒരു വ്യക്തികളുമില്ല. ഇനിയും BJP-യിലെ ചാനൽ ചർച്ചകളിലെ പല ആളുകൾക്കും കടന്നു വരാം. സന്ദീപ് വാര്യർ കോൺഗ്രസ് വേരിയറായി, കോൺഗ്രസ് പോരാളിയായി, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സന്ദീപ് വാര്യരുടെ കടന്നു വരവെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ആശയപരമായ വ്യക്തതയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നൊരു മാറ്റമുണ്ടാകണം, സ്നേഹത്തിന്റെ കടയിൽ എനിക്കൊരു അംഗത്വം വേണം. രാഹുൽ ഗാന്ധിയുടെ ആ ആശയത്തെ ഞാൻ സ്വീകരിക്കുന്നു, ആ ലീഡർഷിപ്പിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് വേരിയറായി, കോൺഗ്രസ് പോരാളിയായി, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ചാനൽ ചർച്ചയിലൊക്കെ പരസ്പരം ഏറ്റുകൂട്ടി അതെല്ലാം മറന്നു അല്ല, അതൊക്കെ നമുക്ക് സന്ദീപ് വാര്യർ എന്ന വ്യക്തിയോട് അടുപ്പക്കുറവ് അന്നുമില്ല, ഇന്നുമില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് ചാനൽ ചർച്ചയിലെ ഒരു വ്യക്തികളുമില്ല. ഇനിയും BJP-യിലെ ചാനൽ ചർച്ചകളിലെ പല ആളുകൾക്കും കടന്നു വരാം. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തുറന്ന പ്രസ്ഥാനമാണ്. ഇതിനകത്തേട്ട് ആർക്കും കടന്നു വരാം. അതിനകത്ത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അത് ഈ രാജ്യത്തിന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഐഡിയോളജി ആണെന്ന് വിശ്വസിക്കണം. 2, ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഇനി ഇടപെടില്ല എന്ന് വിശ്വസിക്കണം. 3, സ്നേഹത്തിന്റെ കട തുറക്കുമ്പോൾ എല്ലാവരോടും സ്നേഹമായി പെരുമാറുന്ന ഈ രാജ്യത്തെ മതേതരത്വം കാത്തുസൂക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു പൗരനും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാം. അതാണ് രാഹുൽ ഗാന്ധി അടക്കം ലീഡർഷിപ്പിലൂടെ പറയുന്നത്. അത് കൂടുതൽ BJP-യുടെ ആളുകൾ, ഇപ്പോൾ സന്ദീപ് വാര്യറിന്റെ അതേ മനോഗതിയുള്ള ഒത്തിരി ആളുകൾ പാലക്കാട് തന്നെയുണ്ട്. സന്ദീപ് വാര്യർ പാലക്കാട് വലിയ ബന്ധുബലമുള്ള ആളാണ്. പാലക്കാടിന് ഉൾപ്രദേശത്ത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ വലിയ ബന്ധുബലമുള്ള ആളാണ്. ഈ BJP-യുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തന്നെ സന്ദീപ് വാര്യർ പറയുന്ന ആശയം പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകൾക്കൊക്കെ കോൺഗ്രസിലേക്ക് നാളെ കടന്നു വരാം. ആശയ ദൃഢതയുള്ള, വ്യക്തതയുള്ള ഏതൊരാൾക്കും കടന്നു വരാം. ഞങ്ങൾ അവരെ ഒരു വേരിയറായിട്ട് തന്നെ സ്വാഗതം ചെയ്യും.